പെരുമ്പാവൂരിലെ കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ പൊട്ടിത്തെറിയുടെ റിപ്പോർട്ടിലേക്ക് കൂടിയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി BJP-യിൽ ചേർന്നു. കുറുപ്പുംപടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PS രാജനാണ് BJP-യിൽ ചേർന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നേതാവിന്റെ കീഴിൽ നിന്നില്ല എങ്കിൽ അവന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ദൂഷ്യവും. പെരുമ്പാവൂർ കോൺഗ്രസില് പലരും അസംതൃപ്തരാണ്. പല കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് ചില നേതാക്കളുടെ ചുവട് പറ്റി നിൽക്കുന്നു എന്ന് മാത്രം. അവരാരും ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്നതല്ല. പലരും ഏത് സമയത്തും രാജിവെച്ച് പുറത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഈ പെരുമ്പാവൂരിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി തന്നെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ BJP-യിലേക്ക് ചേരുന്നു, വലിയ പൊട്ടിത്തെറി അവിടെയും തുടരുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ പെരുമ്പാവൂരിലുണ്ട്. അത് നേരത്തെ എൽദോസും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ചില രീതിയിലുള്ള അന്തർധാരകൾ അവിടെ സജീവമാകുകയും എൽദോസിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നത്, കാരണം വിൻസെന്റിന് സീറ്റ് നൽകാമെങ്കിൽ എന്തുകൊണ്ട് എൽദോസിന് നൽകിക്കൂടാ എന്ന വാദങ്ങൾ അവിടെ എത്തുന്നു. അവിടെയും ഇവരെയൊക്കെ വെട്ടണം, പുതിയ ചില മുഖങ്ങൾ സൃഷ്ടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന നേതൃത്വത്തിനുള്ള വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ളവർക്ക് എതിരായ വലിയ തിരിച്ചടി അവിടെയും രൂപം കൊള്ളുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പെരുമ്പാവൂരിലെ കോൺഗ്രസിലുള്ള പൊട്ടിത്തെറിയും BJP-യിലേക്കുള്ള കൂറുമാറ്റം സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, BJP-യിലേക്ക് കോൺഗ്രസ് നേതാവ് പോകുന്നു. കുറുപ്പുംപടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PS രാജനാണ് BJP-യിൽ ചേർന്നത്. എന്താണ് അവിടുത്തെ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം? അജിംഷാദ്, ഈ സീറ്റ് നിർണയം സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ അത് പെരുമ്പാവൂരിൽ തുടരുന്നതിനിടെയാണ് കോൺഗ്രസിനകത്തും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കുറുപ്പുംപടിയിലെ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് BJP-യിൽ ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പലയിടത്തും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരുന്നത് പതിവായി മാറുകയാണ്. അതിനിടയിലാണിപ്പോൾ പെരുമ്പാവൂരിലും അത് ആവർത്തിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ നേതാവല്ല, പെരുമ്പാവൂരിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ചിരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PS രാജനാണ് രാജിവെക്കുകയും അദ്ദേഹം ഇപ്പോൾ BJP-യിൽ അംഗത്വമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നെങ്കിൽ മാത്രമേ പ്രവർത്തകർക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നേതൃതലത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകണം, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല, കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് PS രാജൻ പറയുന്നത്. അവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ്.